പണ്ടൊരിക്കൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസാനത്തെ യാത്ര. ആ ശവമഞ്ചത്തിൽ വലതു തോള് താങ്ങിയ ഒരു കൗമാരക്കാരൻ. അവന്റെ കണ്ണുകൾ കരഞ്ഞ് കലങ്ങിപ്പോയി. മുന്നോട്ട് നടക്കുന്തോറും കണ്ണുനീരിറ്റ് വീണുകൊണ്ടേയിരുന്നു. മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്ക് രാഹുൽ ആ വിധം വിടചൊല്ലി. അധികം വൈകാതെ മറ്റൊരു പകലിൽ അമേരിക്കയിലേക്ക് ഒരു ഫോൺ കോൾ. അച്ഛൻ കൊല്ലപ്പെട്ടു. ചിതയിലേക്ക് ഒരു അഗ്നി പകർന്ന ആ യുവാവ് ചിത കത്തി തീരും വരെ അവിടേക്ക് തന്നെ നോക്കി നിന്നു. രാജീവ് ഗാന്ധിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായ 2 മുൻ പ്രധാനമന്ത്രിമാരുടെ പ്രിയപ്പെട്ടവൻ രാഹുൽ ഗാന്ധി. പിന്നെയും 1.5 പതിറ്റാണ്ടിനു ശേഷം അയാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്. വിശപ്പിനും വീടിനും വിദ്യാഭ്യാസത്തിനും പകരം വിദ്വേഷത്തിന്റെ മാത്രം രാഷ്ട്രീയം വളർന്ന് പടർന്നൊരു വടവൃക്ഷമാകുന്ന കാലം. നീണ്ട വെളുത്ത ഒരു കുർത്ത, തടി മീശയുമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ പതിവ് ഗൗരവമില്ലാത്ത ചെറുപ്പക്കാരന് പക്ഷേ ഇന്ത്യക്കാരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിഞ്ഞില്ല. MP ആയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ തന്നെയും ഒന്നാമത്തെ നേതാവായും അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ഇന്ത്യയിൽ ആകെയുള്ള ജനങ്ങൾ വിശ്വാസമർപ്പിച്ചില്ല. പക്ഷെ ഒടുവിലത്തെ 5 വർഷം നീളൻ കുർത്ത ചുരുങ്ങിയൊരു വെളുത്ത ബനിയനും കറുത്ത പാൻസുമായി താടിയും മുടിയും മീശയും വളർന്നു. അതിനൊപ്പം സുഖമുള്ള കസേരകളിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് അയാൾ ഇറങ്ങി തെരുവിലേക്ക് നടന്നു, ജനങ്ങളിലേക്ക് നടന്നു. ചിരിക്കുന്ന, കരയുന്ന, കെട്ടിപ്പിടിക്കുന്ന രാഷ്ട്രീയക്കാരൻ. അയാളിനി ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ കപ്പിത്താൻ. I, Rahul Gandhi, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established. ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.